ഹലോ ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് സ്ഥിതി ചെയ്യുന്ന കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ്. ഗണപതി പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഏതാനും ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കക്കാട് ഗണപതി ക്ഷേത്രം. ഗണപതിയെ കൂടാതെ കിരാതമൂർത്തിയായ വേട്ടക്കാരനും ദുർഗാദേവിയും ഭദ്രകാളിയും കൂടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നു. കുന്നംകുളം ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് ഈ അമ്പലത്തിലേക്കുള്ള ദൂരം. മാംഗല്യസിദ്ധിക്കും സന്താനലബ്ധിക്കും ഏറെ പ്രശസ്തമാണ് ഈ ക്ഷേത്രം. മറ്റു ജില്ലകളിൽ നിന്ന് പോലും വിവാഹ തടസ്സങ്ങൾ മാറ്റാനും സന്താനങ്ങൾ ലഭിക്കാനും വേണ്ടി ഒത്തിരി പേർ ദിനംപ്രതി ഈ ക്ഷേത്രത്തിലെത്തുന്നു. ഇടംപിടിത്തുമ്പിക്കായുള്ള മഹാശക്തനായ ഗണപതിയാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ ദിവസവും മഹാഗണപതി ഹോമം നടക്കുന്ന ഏതാനും ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രം. അമ്പലത്തിൻ്റെ തൊട്ടുമുമ്പേയുള്ള ആൽത്തറയിൽ ഭഗവാന് ഏറെ പ്രിയപ്പെട്ട മോദകം കയ്യിലേന്തി ഭഗവാന്റെ സ്വന്തം വാഹനം മൂഷികൻ സദാസമയം ഭഗവാനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് വേട്ടക്കാരൻ പാട്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വേട്ടക്കാരൻ പാട്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 9 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. അന്നദാനം മഹാദാനം എന്ന പോലെ തന്നെ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തരും ഭഗവാന്റെ പ്രസാദം കഴിച്ചതിന് ശേഷമാണ് മടങ്ങാറുള്ളത്. ഏകരന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലക്ഷം വന്ദേഹം ഗണനായകൻ.